ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിന് അയവില്ല. പുതുവത്സര തലേന്ന് 40-കാരനെ ആൾക്കൂട്ടം കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത. ഗുരുതരമായി പൊള്ളലേറ്റ ഗഗൻ ചന്ദ്ര ഇപ്പോൾ ചികിത്സയിലാണ്. ബൽറാം നെടുങ്ങാടി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ബൽറാം, ബംഗ്ലാദേശ് അശാന്തമാകുന്നു, അതോടൊപ്പം നമ്മുടെ ഇന്ത്യയിലേക്കും അശാന്തി പടർത്താനാണ് ഈ രാജ്യത്തിൻ്റെ ശ്രമമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ തന്നെ പിറവിക്ക് കാരണമായ ഒരു രാജ്യം നമ്മുടെ തന്നെ ശത്രുപാതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ള ദുസ്സഹമായ സാഹചര്യം കൂടി ഇപ്പോഴും ഉണ്ട്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ ഇടപെട്ട് രൂപീകരിച്ച ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ വിരുദ്ധ നിലപാട് തുടർച്ചയായി സ്വീകരിക്കുന്നു. ഏതാണ്ട് 2 ആഴ്ചയോളമായി ബംഗ്ലാദേശിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ അതിക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതുണ്ടായത് ഈ പുതുവത്സര തലേന്ന് ഗഗൻ ചന്ദ്ര എന്ന 40-കാരനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മാരകായുധങ്ങളുമായി ആൾക്കൂട്ടം ഇയാളൊരു മെഡിക്കൽ വ്യവസായിയാണ്. ഇയാളെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മാരകമായി മുറിവേറ്റ് ഇയാൾക്ക് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആൾക്കൂട്ടം. എന്നാൽ സമീപത്തുള്ള കുളത്തിലേക്ക് ചാടി ഇയാൾ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. 2 ദിവസം മുമ്പാണ് സമാനമായ തരത്തിൽ സുരക്ഷാ ജീവനക്കാരനായ വിജേന്ദ്ര ബിശ്വാസിനെ സഹപ്രവർത്തകൻ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയായിരുന്നു ഈ ഒരു കൊലപാതകം. സമാനമായി തന്നെ ഈ 2 ആഴ്ചക്കിടെ ദീപു ചന്ദ്രദാസ്, അമൃതമണ്ഡൽ എന്നീ 2 യുവാക്കളും അതിക്രൂരമായ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവങ്ങൾക്കിടെ ഇന്ത്യ പലതവണ ബംഗ്ലാദേശിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു. എങ്കിൽ പോലും സാഹചര്യങ്ങൾക്ക് മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കയുയർത്തുന്ന കാര്യം. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.